Dear students, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 13 ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ കോമ്പിറ്റൻസി ആൻഡ് ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി. Financial literacy enhances individual ability to ensure economic security for their families. ഫിനാൻഷ്യൽ ലിറ്ററസി കൊണ്ട് വ്യക്തികൾക്ക് അവരുടെ എക്കണോമിക് സെക്യൂരിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. In India, there is a need to reach out to lower income groups and economically weaker sections on one hand. അതായത് ഇന്ത്യയിൽ ലോവർ ഇൻകം ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ ഇൻകം കുറഞ്ഞ ആളുകളിലേക്കും അതുപോലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓൺ വൺ ഹാൻഡ്, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളിലേക്കും ഈ ഫിനാൻഷ്യൽ ലിറ്ററസി എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ അതർ ടു ദി വെൽത്തി വൺസ് ദാറ്റ് റിക്വയർ കസ്റ്റമൈസ്ഡ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ബട്ട് ഹാവ് ലിമിറ്റഡ് അവെയർനെസ് ഓഫ് ദി പോസിബിൾ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ്. അതായത് ഇന്ത്യയിൽ ലോവർ ഇൻകം ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളിലേക്കും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന വെൽത്തി ആയിട്ടുള്ള ആളുകളിലേക്കും ഈ ഫിനാൻഷ്യൽ പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ചുള്ള അവെയർനെസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ കയ്യിൽ വെൽത്ത് ഉണ്ടെങ്കിലും ധാരാളം സമ്പത്തുണ്ടെങ്കിലും അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു അവെയർനെസ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി പുവറായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ വെൽത്തുള്ള ആളുകൾക്കും ഒരുപോലെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇന്ത്യ ഹാസ് ഓൾവേസ് ബീൻ എ ഫർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ഫ്രോഡ്സ് that have exploited mostly low income household of million rupees. അപ്പോൾ ഇന്ത്യയിൽ ഈ ഫ്രോഡുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഫർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ഫ്രോഡ്സൊക്കെ നടത്താനായിട്ടുള്ള നല്ലൊരു ഗ്രൗണ്ടാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ലോ ഇൻകം ആയിട്ടുള്ള ഒരുപാട് ഹൗസ് ഹോൾഡ്സ് ഉള്ളതുകൊണ്ട് ഫ്രോഡ്സൊക്കെ നടത്താനായിട്ട് വളരെ നല്ലൊരു സ്ഥലമാണ്. ഫിനാൻഷ്യലി ഇല്ലിറ്ററേറ്റ് ആർ യൂഷ്വലി ഈസി പിക്കിങ്സ്. അപ്പോൾ ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിറ്ററസിയുടെ അഭാവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ്. The investors who have been wrongly directed are becoming wary of investing money even in credible organization. അതായത് തെറ്റായിട്ട് ഉള്ള നിർദ്ദേശം കിട്ടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു തവണ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ആർ ബിക്കമിങ് വെരി ഇൻവെസ്റ്റിംഗ് മണി ഈവൻ ഇൻ ക്രെഡിബിൾ ഓർഗനൈസേഷൻ, അതായത് അതുപോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ മടിക്കുന്നു. കാരണം ഒരു തവണ അവർ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ പേരിൽ മറ്റെവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന നല്ല ഓർഗനൈസേഷനിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് മടിയാണ്. കൺസിഡറിങ് ദ സെനേരിയോ ഡെലിബറേറ്റ് ആക്ഷൻസ് ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി ഈസ് ദ നീഡ് ഓഫ് അവർ. അതുകൊണ്ട് ഫിനാൻഷ്യൽ ലിറ്ററസിയെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ്, അതായത് മനഃപൂർവ്വമായിട്ട് തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി ഈസ് നോട്ട് ആൻ ഏജ് ബൗണ്ട് കൺസെപ്റ്റ്. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു ഏജ് വെച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. അതായത് നമുക്ക് ഇത്ര വയസ്സാകുമ്പോഴേ അല്ലെങ്കിൽ ഒരു 18 വയസ്സായതിന് ശേഷം മാത്രം ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവുക, അങ്ങനെ ഒരു ഏജ് ബൗണ്ടായിട്ടുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് അല്ല, ആശയമല്ല ഈ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഇൻകൾക്കേറ്റഡ് ഫ്രം ദി ചൈൽഡ്ഹുഡ്. ഇത് ചെറുപ്പം മുതലേ തന്നെ ശീലിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. The little concept of depositing small amounts of money in a piggy bank is in itself an important lesson. അതായത് ഈ ചെറുപ്പകാലം മുതലേ തന്നെ ശീലിക്കേണ്ട ഒന്നാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. അതായത് ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ ഈ സ്മോൾ അമൗണ്ട്സ് ചെറിയ തുകകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തത്
ഈ പിഗ്ഗി ബാങ്ക്, അതായത് നമുക്ക് ഒരു ഈ കുടുക്കയിലൊക്കെ നിക്ഷേപം നടത്തുന്ന പോലെ അങ്ങനെ കുടുക്കയിലൊക്കെ വെച്ചിട്ട് ഒരു നിക്ഷേപം നടത്തുക എന്നുള്ള ആ ഒരു ലെസൺ, അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ദ ബെസ്റ്റ് പ്രാക്ടീസ് വുഡ് ബി ഇൻട്രൊഡ്യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് മണി ഇൻ ദി ഹോം ഒൺലി. അതായത് ഈ പണത്തിനെ പറ്റി ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ ഹോമിൽ നിന്നാണ്, വീട്ടിൽ നിന്ന് തന്നെയാണ് അങ്ങനെയുള്ള ഒരു ആശയം നമ്മൾ രൂപീകരിക്കേണ്ടത്. ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രൊവോക്കേറ്റീവ് ടോപ്പിക്, അതൊരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഒരു ധാരണ, ഈ പണം മാനേജ് ചെയ്യുന്നതിനെ പറ്റി തെറ്റായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകാതെ അത് നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ കാലം മുതലേ തന്നെ ഈ പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. മെനി എ ടൈം റിസൾട്ടിങ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ബാഡ് ഹാബിറ്റ്സ് ഫ്രം ദി ഫൗണ്ടേഷൻ സ്റ്റേജ് ഇറ്റ് സെൽഫ്. അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ സ്റ്റേജിൽ തന്നെ ഈ പണം ദുർവിനിയോഗം ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിപ്പോകും. അങ്ങനെ വരാതെ നമ്മളിത് വീട്ടിൽ തന്നെ എന്താണ് ആ ഒരു മണി മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സർട്ടൻ ദാറ്റ് ഓൺലി പുവർ ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് ലാക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി. അതായത് പാവപ്പെട്ട ആളുകൾക്കും അതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്കും മാത്രമല്ല ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത്. അതായത് സാമ്പത്തിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഈ പൂറായിട്ടുള്ള ആളുകൾക്കും അൺഎഡ്യൂക്കേറ്റഡ് ആളുകൾക്കും മാത്രമല്ല ഫിനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരത ഇല്ലാതെ വരുന്നത്. ഈവൻ ദ റിച്ച് ആൻഡ് എഡ്യൂക്കേറ്റഡ് സഫർ ഫ്രം ഫിനാൻഷ്യൽ ഇല്ലിറ്ററസി. അപ്പോൾ റിച്ച് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായ ആളുകൾക്കും ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ സാമ്പത്തിക സാക്ഷരത ഇല്ലാതെ വരുന്നുണ്ട്. വിച്ച് റിസൾട്ട്സ് ഇൻ അൺപ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അങ്ങനെ അവർ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിലേക്ക് അവരെ നയിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്കും വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്കും മാത്രമല്ല സാമ്പത്തിക സാക്ഷരത ഇല്ലാത്തത്, പണക്കാരായ ആളുകൾക്കും അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾക്കും ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാതെ വരുന്നുണ്ട്. അതിനാൽ അവർ തെറ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് കാരണമാകുന്നു. ഫിനാൻഷ്യൽ ലിറ്ററസി ഈസ് ദി നീഡ് ഫോർ ഓൾ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ എല്ലാ തരത്തിൽപ്പെട്ട ആളുകൾക്കും ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ആവശ്യമാണ്. The starting should be done from the inclusion of uneducated, poor and economically backward people to the organized financial system which forms a big portion of our country. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ ശതമാനം അല്ലെങ്കിൽ വലിയ ഭാഗമെന്ന് പറയുന്നത് ഈ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഈ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. എന്താണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നാണ് നമ്മൾ കാണുന്നത്. ഡിസിപ്ലിൻ ഈസ് എ വേ ഓഫ് ബിഹേവിങ് ദാറ്റ് ഷോസ് വില്ലിങ്നെസ് ടു ഒബേ റൂൾസ് ഓർ ഓർഡേഴ്സ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് റൂളുകൾ അല്ലെങ്കിൽ ഓർഡറുകൾ അനുസരിക്കാനുള്ള ഒരു വില്ലിങ്നെസ് ആണ്, അതിനുള്ള ഒരു മനോഭാവം, അനുസരിക്കാനുള്ള ഒരു മനസ്സ്, അതിൻ്റെ ഒരു വില്ലിങ്നെസ്സിനെയാണ് നമ്മൾ സാധാരണ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ദോ മോസ്റ്റ് പീപ്പിൾ അസോസിയേറ്റ് ഡിസിപ്ലിൻ വിത്ത് സോഷ്യൽ ബിഹേവിയർ. ഇപ്പോൾ മിക്കവാറുള്ള എല്ലാ ആളുകൾക്കും സോഷ്യൽ ബിഹേവിയറിൽ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അവരുടെ ആ ഒരു പെരുമാറ്റ രീതിയിൽ ഡിസിപ്ലിൻ കാണിക്കുന്നുണ്ട്. ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഓൺ ഹൗ വി മാനേജ് അവർ മണി. അപ്പോൾ ആ ഡിസിപ്ലിൻ നമ്മുടെ പണം എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതായത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൂടി ഉണ്ടായിരുന്നു. പണം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിൽ കൂടി നമ്മൾ ഈ ഡിസിപ്ലിൻ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുക. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ റെഫേഴ്സ് ടു how well we are able to confirm our spending on the savings to the plan that we have set to achieve your monetary goals by making a proper plan. Financial discipline എന്ന് പറയുന്നത് how well we are able to confirm our spending and savings to the plan. അതായത് ഒരു പ്ലാൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ നമ്മളുടെ സ്പെൻഡിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ സേവിങ്സും ഒക്കെ നടത്താനായിട്ട് കഴിയുന്നു. അതാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ദാറ്റ് വി ഹാവ്, അതായത് നമ്മൾ മുൻകൂട്ടി ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മോണിറ്ററി ഗോൾ അല്ലെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ചിട്ട് എത്രമാത്രം നമുക്ക് ആ നമ്മുടെ സ്പെൻഡിങ്ങും സേവിങ്സും ഒക്കെ നമ്മൾക്ക് കൺഫേം ചെയ്യാനായിട്ട്, ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട് അത് നമുക്ക് എങ്ങനെ കൺഫേം ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് നിർവഹിക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുൻകൂട്ടി എങ്ങനെയാണോ നമ്മുടെ മോണിറ്ററി ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ നമ്മളുടെ സ്പെൻഡിങ്ങും സേവിങ്സും ഒക്കെ ഉറപ്പാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. If you don't have a financial plan in place, it's really hard to be disciplined about how you spend your money because you haven't created any guidelines for yourself to follow. If you don't have any financial plan in place, അതായത് നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ലെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ളൊരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ, ഇറ്റ്സ് റിയലി ഹാർഡ് ടു ബി ഡിസിപ്ലിൻഡ്. നമുക്ക് എന്താണ് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. എബൌട്ട് ഹൗ യു സ്പെൻഡ് യുവർ മണി ബിക്കോസ് യു ഹാവിൻ ക്രിയേറ്റഡ് എനി ഗൈഡ് ലൈൻസ് ഫോർ യുവർ സെൽഫ് ടു ഫോളോ. നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് നമ്മളൊരു ഗൈഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ സ്പെൻഡിങ്സൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് നമ്മുടെ കൈവശമുള്ള മണി നമുക്ക് ചിലവാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പം നമുക്ക് മുൻകൂട്ടി ഒരു ഗൈഡ് ലൈൻ ഉണ്ടായിരിക്കണം, എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി നമുക്കൊരു ഗൈഡ് ലൈൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ പണം നമുക്ക് പ്രോപ്പറായ രീതിയിൽ ചിലവാക്കാനായിട്ട് സാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. വെൻ ക്രിയേറ്റിംഗ് എ പ്ലാൻ, ലുക്ക് അറ്റ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഡ്രീംസ് യു ഹാവ്. നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഷോർട്ട് ടേമിലെയും അതുപോലെ തന്നെ ലോങ് ടേമിലെയും ഒക്കെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് വേണം നമ്മളൊരു പ്ലാന് ക്രിയേറ്റ് ചെയ്യാൻ. വൈൽ ബഡ്ജറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്ലാൻ. ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിൻ്റെ ഒരു ഭാഗമാണ്. ദ പർപ്പസ് ഈസ് ഇൻ ടു പ്രിവെൻറ്റ് യു ഫ്രം സ്പെൻഡിങ് എനി മണി. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പൈസ പോലും ചിലവാക്കാതിരിക്കണം എന്നുള്ളതല്ല. പർപ്പസ് ഈസ് ഇൻ ടു പ്രിവെൻറ്റ് യു ഫ്രം സ്പെൻഡിങ് എനി മണി. ഒരു രൂപ പോലും ചിലവഴിക്കാതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻസ്റ്റെഡ്, having a financial discipline allows you to make sure you have money for what's most important to you. അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അതിലേക്കായിട്ട് പണം ചിലവാക്കാനായിട്ട് ഉള്ള ഒരു പ്ലാൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റൊക്കെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാന് നമ്മൾ തയ്യാറാക്കുന്നത്. അല്ലാതെ ഒരു രൂപ പോലും ചിലവാക്കാതിരിക്കാനല്ല, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യം നടക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് പണം മാറ്റി വയ്ക്കണം എന്നാണ് പറയുന്നത്. സം വേയ്സ് ടു ബൂസ്റ്റ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആർ. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചില മാർഗങ്ങളാണ് താഴെ പറയുന്നത്. ഒന്ന്, യൂസ് ഓട്ടോമേഷൻ ഓഫ് സേവിങ്സിൽ ഓട്ടോമേഷൻ കൊണ്ടുവരിക. ഓട്ടോമേറ്റിംഗ് യുവർ സേവിങ്സ് helps you to avoid the temptation to spend your money on things you don't need because the money never shows up in your general checking account. അപ്പോൾ നമ്മുടെ സേവിങ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കായിട്ട് നമുക്ക് പണം ചിലവഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സേവിങ്സിൽ ഓട്ടോമേഷൻ കൊണ്ടുവരുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പം ഇപ്പോൾ ഈ ATM പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പൈസ ഉള്ളതെങ്കിൽ, നമ്മുടെ കൈവശം ഒരുപാട് ക്യാഷ് നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ തോന്നുന്നു, നമ്മളത് പെട്ടെന്ന് തന്നെ യാതൊരു ആലോചനയും കൂടാതെ പെട്ടെന്ന് തന്നെ നമ്മളത് വാങ്ങിക്കും. അത് ഇത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും ആയിരിക്കത്തില്ല, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, അതുകൊണ്ട് നമ്മളങ്ങനെ വാങ്ങി നമ്മളത് ചിലവ് ആക്കുന്നു. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആണ് ഈ സേവിങ്സിൻ്റെ അകത്ത് ഓട്ടോമേഷൻ കൊണ്ടുവരുന്നത്. അപ്പം മെനി എംപ്ലോയീസ് അലോ യു ടു ഹാവ്
പാർട്സ് ഓഫ് യുവർ പേ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ മെനി അക്കൗണ്ട്സ്. അത് ഈ പേ ചെക്ക് എന്ന് പറയുന്നത് എംപ്ലോയർ ഇഷ്യൂ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇഷ്യൂഡ് ബൈ ദി എംപ്ലോയർ ടു പേ ആൻ എംപ്ലോയി ഫോർ സർവീസസ് റെൻഡഡ്. അതായത് എംപ്ലോയി ജോലി ചെയ്യുന്നതിന് പകരമായിട്ട് എംപ്ലോയർ ഈ പേ ചെക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് നമ്മൾ ക്യാഷ് ആയിട്ട് നേരിട്ട് ഇയാൾക്ക് കൊടുക്കുന്നില്ല, അത് ഈ പേ ചെക്കുകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഒരു ഡോക്യുമെൻ്റാണ് അത്, അങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് ക്യാഷ് ഉണ്ടാവത്തില്ല. അപ്പം നമ്മളുടെ ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ബി അക്കൗണ്ടബിൾ ഫോർ സ്പെൻഡിങ്. അതായത് സ്പെൻഡിങ്ങിന് അക്കൗണ്ടബിൾ, നമ്മൾ തന്നെ ഉത്തരവാദിയാകുക. മേക്കിംഗ് എ ട്രാക്ക് ഓഫ് യുവർ സ്പെൻഡിങ് ഹെൽപ്സ് സ്റ്റേ അക്കൗണ്ടബിൾ ഫോർ യുവർ മണി മാനേജ്മെൻറ്റ്. അതായത് നമ്മുടെ മേക്കിംഗ് എ ട്രാക്ക് ഓഫ് യുവർ സ്പെൻഡിങ്, നമ്മുടെ സ്പെൻഡിങ്ങിന് ഒരു ട്രാക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളുടെ സ്പെൻഡിങ് എങ്ങനെയാണെന്നുള്ള ഒരു അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു പിക്ചർ നമ്മൾ തന്നെ തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. അത് മണി മാനേജ്മെൻറ്റിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെ നമ്മൾ പണം ചിലവഴിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ട്രാക്ക് നമ്മൾ ഉണ്ടാക്കുക. ട്രാക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെൻ യു റിവ്യൂ യുവർ സ്പെൻഡിങ് ഈച്ച് വീക്ക്, അതായത് നമ്മൾ ഇടയ്ക്ക് ഓരോ ആഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്പെൻഡിങ് ഒന്ന് റിവ്യൂ ചെയ്യുക. സച്ചസ് അത് റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ ചിലവാക്കിയതൊക്കെ സച്ചസ് ബൈ എൻറ്ററിങ് യുവർ ഡേറ്റ ഇൻ എ പ്രോഗ്രാം ലൈക്ക് എക്സൽ പോലെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ നമുക്ക് നമ്മൾ ഈ ചിലവാക്കിയ തുകയും നമ്മളുടെ ആ സ്പെൻഡിങ് നമുക്ക് എൻ്റർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. യു ക്യാൻ മോട്ടിവേറ്റ് യുവർ സെൽഫ് ടു തിങ്ക് ട്വൈസ് ബിഫോർ യു മേക്ക് ആൻ ഇമ്പൾസ് പർച്ചേസ് ബിക്കോസ് യു നോ യു ആർ ഗോയിങ് ടു സീ ദ മിസ്റ്റേക്ക് വെൻ യു റിവ്യൂ യുവർ സ്പെൻഡിങ്. അതായത് നമ്മൾ ഓരോ ആഴ്ചയൊക്കെ നമ്മൾ ഈ ചിലവാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വയ്ക്കുന്നു. ഈ എക്സൽ പോലെയുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ എൻ്റർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഇത് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് മനസ്സിലാകും ഇതിൻ്റെ അകത്ത് ഏതൊക്കെ അത്യാവശ്യമായിരുന്നു, ഏതൊക്കെ നമുക്ക് വേണ്ടാത്തതായിരുന്നു, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു, അല്ലെങ്കിൽ ഇമ്പൾസ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമൊന്നുമില്ല, പെട്ടെന്നുള്ള ഒരു പ്രേരണയാൽ നമ്മളത് വാങ്ങി വെക്കുന്നതാണ്, വലിയ ആവശ്യമൊന്നുമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പണം ചിലവഴിച്ച് നമ്മൾ എന്തുമാത്രം മിസ്റ്റേക്ക്, അതായത് സ്പെൻഡിങ്ങിൽ നമ്മുടെ എന്തുമാത്രം മിസ്റ്റേക്ക് നമ്മൾ വരുത്തിയിട്ടുണ്ടെന്നൊക്കെ നമുക്കത് റിവ്യൂ നടത്തുവാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓൺ ദി അതർ ഹാൻഡ് ദിസ് ഹെൽപ്സ് ടു ബിൽഡ് യുവർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ നടത്തിയ സ്പെൻഡിങ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എൻ്റർ ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് പരിശോധിച്ച് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അത്യാവശ്യമുണ്ടായിരുന്നത് ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാവായിരുന്ന സംഗതി ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നീട് നമുക്കത് ആവർത്തിക്കാതിരിക്കാനായിട്ട് സാധിക്കും. സീക്ക് റിവാർഡ്സ് ഫോർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. It might not seem like fun to turn down spur of the moment outings with friends or purchases, but having financial discipline pays off in the long term. It might not seem like fun to ടേൺ ഡൗൺ സ്പർ ഓഫ് ദി മൊമെൻ്റ്. സ്പർ ഓഫ് ദി മൊമെൻ്റ് ഔട്ടിങ്സ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഔട്ടിങ്സ്, അതായത് വിത്ത് ഫ്രണ്ട്സുമായിട്ട് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കാതെയുള്ള ഔട്ടിങ്സൊക്കെ നടത്തുന്നു. അതുപോലെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കാത്ത പർച്ചേസസൊക്കെ നമ്മൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പെട്ടെന്നൊരു ഔട്ടിങ്സൊക്കെ നടത്തുന്നത് നമുക്ക് നിരസിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഔട്ടിങ്സൊക്കെ നമ്മൾ നടത്തുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പർച്ചേസസൊക്കെ നമ്മൾ നടത്തുമ്പോഴത്തേക്കും ബട്ട് ഹാവിങ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പേസ് ഓഫ് ഇൻ ദി ലോങ് റണ്ണിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ അത് ഇല്ലാതാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ഔട്ടിങ്സ്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഔട്ടിങ്സൊക്കെ നടത്തി നമ്മൾ കുറേ എമൗണ്ടൊക്കെ ചിലവഴിക്കുന്നു. അങ്ങനെ ചിലവഴിക്കുമ്പം ഒരു ലോങ് റണ്ണിൽ നമ്മളെടുത്ത് നോക്കുമ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പല തവണയും നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ ഇല്ലാതാക്കുന്നുണ്ട്. ലിവിങ് സ്റ്റൈൽ വിത്തിൻ ദി മീൻസ് റെഡ്യൂസസ് യുവർ സ്ട്രെസ് ലെവൽസ്. അതായത് നമുക്ക് വരുമാനം കിട്ടാനുള്ള ഒരു മാർഗത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിലവാക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് സ്റ്റൈൽ അതുപോലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദിസ് ഓൾസോ ഇൻഷുവേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കും, ലിക്വിഡിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും.
സിസ്റ്റമാറ്റിക് അപ്രോച്ചസ് ഇൻ ഫിനാൻഷ്യൽ പ്ലാനിങ്, ഹൗ ടു ബി മെയിൻറ്റെയിൻഡ് ടു എൻഷുർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഇപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സിസ്റ്റമാറ്റിക് അപ്രോച്ചസ് ഉണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ കുറേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചസ് ഉണ്ട്, അല്ലെങ്കിൽ സമീപനങ്ങളുണ്ട്. ആൻ ഓർഡർലി വേ ഇൻ ബ്രിങ്ങിങ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡിസിപ്ലിൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് ഇൻക്ലൂഡ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഡിസിപ്ലിനും ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള കുറേ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട്. ഒന്ന്, ഗ്യാതറിങ് ഇൻഫർമേഷൻ ആൻഡ് ഇവാലുവേറ്റിംഗ് കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അതുപോലെ കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ വിലയിരുത്തുക. രണ്ട്, സെറ്റിംഗ് ഫിനാൻഷ്യൽ ഗോൾസ്. മൂന്ന്, ഡെവലപ്പിംഗ് ഫിനാൻഷ്യൽ പ്ലാൻ, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ, പിന്നെ റിവ്യൂവിങ് ദ ഡിസിഷൻ ആൻഡ് റിവൈസിങ് ദ പ്ലാൻ. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. 5 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഗ്യാതറിംഗ് ഇൻഫർമേഷൻ. അതിലൊന്നാമത്തേതാണ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഇവാലുവേറ്റിംഗ് കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. എ ഫിനാൻഷ്യൽ പ്ലാൻ സ്റ്റാർട്ട്സ് വിത്ത് എ തറോ ഇവാലുവേഷൻ ഓഫ് വൺസ് കറണ്ട് ഫിനാൻഷ്യൽ സർക്കംസ്റ്റാൻസസ്. ഫിനാൻഷ്യൽ പ്ലാന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയും. ഒരു ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നത് വിത്ത് എ തറോ ഇവാലുവേഷൻ ഓഫ് വൺസ് കറണ്ട് ഫിനാൻഷ്യൽ സർക്കംസ്റ്റാൻസ്. ഒരാളുടെ നിലവിലെ ഫിനാൻഷ്യൽ സർക്കംസ്റ്റാൻസസ്, അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തിക അവസ്ഥ എന്താണെന്നുള്ളത് വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ഇൻകം ഏണിംഗ് കപ്പാസിറ്റി, ഇൻഡിവിജ്വൽ എക്സ്പെൻസസ്, എക്സ്പെൻഡിച്ചർ ആൻഡ് ലോൺ സ്റ്റെബിലിറ്റി. അതായത് ഈ എ ഫിനാൻഷ്യൽ പ്ലാൻ സ്റ്റാർട്ട്സ് വിത്ത് തറോ ഇവാലുവേഷൻ ഓഫ് വൺസ് കറണ്ട് ഫിനാൻഷ്യൽ സർക്കംസ്റ്റാൻസസ് ബേസ്ഡ് ഓൺ, അത് നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്നത് അവിടെ ഈ ബേസ്ഡ് ഓൺ ബി സ്മോൾ ലെറ്റർ സെൻറ്റൻസ് അല്ലത്, ബേസ്ഡ് ഓൺ ഇൻകം ഏണിംഗ് കപ്പാസിറ്റി അനുസരിച്ച്, ഒരാളുടെ ഇൻകം ഏണിംഗ് കപ്പാസിറ്റി, അയാൾക്ക് വരുമാനം ഏൺ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, അയാളുടെ എക്സ്പെൻസസ്, എക്സ്പെൻഡിച്ചർ, അയാളുടെ ലോൺ ലയബിലിറ്റി, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ വിലയിരുത്തുന്നത്. അപ്പോൾ അയാളുടെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ വിലയിരുത്തുന്നത് അയാളുടെ ഇൻകം ഏണിംഗ് കപ്പാസിറ്റി, അയാളുടെ എക്സ്പെൻസസ്, അയാളുടെ ലോൺ ലയബിലിറ്റികൾ, ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അയാളുടെ കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അസസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാന് തയ്യാറാക്കുന്നു. ബിഫോർ മാപ്പിംഗ് ഔട്ട് ദ സ്റ്റെപ്സ്, ആൻ ഇൻഡിവിജ്വൽ ഹാസ് ടു സീ his or her whole financial picture which demands him or her to keep tracking spending carefully. അതായത് നമ്മളൊരു മാപ്പിംഗ് ബിഫോർ മാപ്പിംഗ് ഔട്ട് ദ സ്റ്റെപ്പ്, നമ്മളൊരു സ്റ്റെപ്പ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അവൻ ഹിസ് ഓർ ഹെർ അയാളുടെ മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പിക്ചർ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം അയാളുടെ ഒരു സ്പെൻഡിങ്ങിൻ്റെ രീതി നമ്മൾ മനസ്സിലാക്കാനായിട്ട്. This can be done by spending a few minutes by preparing a net worth statement or cash flow statement or income statement. അപ്പോൾ അയാളുടെ ആ കറക്റ്റായിട്ടുള്ളൊരു ഹോൾ ഫിനാൻഷ്യൽ പിക്ചർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ് വർത്ത് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് അയാളുടെ ആ ഒരു കറക്റ്റ് സ്പെൻഡിങ് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുതന്നെയാണ് അവിടെ വീണ്ടും പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ, സെറ്റിംഗ് ഫിനാൻഷ്യൽ ഗോൾസ്. ഫിനാൻഷ്യൽ ഗോൾസ് ക്യാൻ ബി എനിത്തിങ് ലൈക്ക് പർച്ചേസ് ഓഫ് ഗാഡ്ജറ്റ്സ്, എ ട്രിപ്പ്, വെഡ്ഡിങ്, എ ഹൗസ്, എക്സെട്ര. ഇപ്പോൾ ഒരാളുടെ ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് ആകാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്, അല്ലെങ്കിൽ ഒരു ഹൗസ് നിർമ്മിക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആകാം ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത്. The needs and desires of individuals will keep on increasing. അതായത് ഒരു വ്യക്തിയുടെ ഡിസയർ അല്ലെങ്കിൽ അയാളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിവിജ്വൽസ് ഓൾസോ നീഡ് ടു സേവ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിട്ടയർമെൻറ്റ്. എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ റിട്ടയർമെൻറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പണം സേവ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ഷുഡ് നോ വെയർ ദേ ആർ ഹെഡിങ് ബിഫോർ ദേ സെറ്റ് ഔട്ട്. അതായത് പീപ്പിൾ ഷുഡ് നോ വെയർ ദേ ആർ ഹെഡിങ് ബിഫോർ ദേ സെറ്റ് ഔട്ട്. അതായത് നമ്മൾ ഈ റിട്ടയർമെൻറ്റ് ആവശ്യങ്ങൾക്കും അങ്ങനെയെല്ലാമായിട്ട് നമ്മൾ
ഈ പണം സൂക്ഷിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. എപ്പാർട്ട് ഫ്രം ഡിഫൈനിങ് എ ഫിനാൻഷ്യൽ ഗോൾ and attaching a price to it, individuals should also determine how much time they need to accomplish their goal. നമ്മൾ ഫിനാൻഷ്യൽ ഗോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇൻഡിവിജ്വൽ ഷുഡ് ഓൾസോ ഡിറ്റർമിൻ ഹൗ മച്ച് ടൈം ദേ നീഡ് ടു അക്കംപ്ലിഷ് ദ ഗോൾ. അതായത് ആ ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഗോള് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുമാത്രം സമയം ആവശ്യമാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ തീരുമാനിക്കണം. എവരി ഗോൾ ഹാസ് ഇറ്റ്സ് ഓൺ ടൈം ആക്സിസ് റേഞ്ചിങ് ഫ്രം വീക്സ് ടു മെനി ഇയേഴ്സ്. അപ്പം നമ്മളുടെ ഓരോ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ആഴ്ചകൾ മുതൽ വർഷങ്ങൾ വരെ എടുക്കാം എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു ലക്ഷ്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ചിലപ്പം പർച്ചേസ് ആകാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പാകാം, ഒരു വെഡ്ഡിങ് ആകാം, അല്ലെങ്കിൽ ഒരു ഹൗസ് നിർമ്മിക്കുക എന്നുള്ളതൊക്കെ ആകാം നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഗോളുകളിൽ ചിലതൊക്കെ എന്താണ് ആഴ്ചകൾ മുതൽ വർഷങ്ങൾ വരെ ആ ഒരു ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആസ് വെൽ ആസ് പ്രയോറിറ്റീസ് എമംഗ് റിക്വയർമെൻറ്റ് ഷുഡ് ബി സ്റ്റഡീഡ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതുപോലെ തന്നെ ഇതിൽ ഏതിനൊക്കെയാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഡെവലപ്പിംഗ് എ പ്ലാൻ, ഫിനാൻഷ്യൽ പ്ലാൻ. ഡീസൻറ്റ് ഫിനാൻഷ്യൽ പ്ലാൻ ഈസ് വെൽ ഡിസൈൻഡ് വിച്ച് മാച്ചസ് വൺ പേഴ്സണൽ ഗോൾസ്. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാൻ വേണം ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ലക്ഷ്യങ്ങൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാൻ വേണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഫ്ലെക്സിബിലിറ്റി, ലിക്വിഡിറ്റി, പ്രൊട്ടക്ഷൻ, അതുപോലെ ടാക്സ് ഷുഡ് ഓൾസോ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അപ്പം നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം, പ്രൊട്ടക്ഷൻ, അതുപോലെ ടാക്സിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കാൻ. The short term and long term requirements of fund how to be met in a detailed financial plan. ഫിനാൻഷ്യൽ പ്ലാനിൽ ഷോർട്ട് ടേം നീഡ് അതുപോലെ ലോങ് ടേം നീഡ് ഇതെല്ലാം കൺസിഡർ ചെയ്ത് വേണം ഫിനാൻഷ്യൽ പ്ലാന് തയ്യാറാക്കാനായിട്ട്. ഇനി അവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ ഞാൻ വായിക്കുന്നില്ല, അത് നിങ്ങൾ വായിച്ചു നോക്കിക്കോളുക. ഇനി when the individuals have made their financial plan, they should take care of the following points. അതായത് ഒരു വ്യക്തി ഫിനാൻഷ്യൽ പ്ലാന് തയ്യാറാക്കുമ്പം കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം, അല്ലെങ്കിൽ താഴെ പറയുന്ന പോയിൻറ്റ്സൊക്കെ ശ്രദ്ധിച്ച് വേണം ഒരു ഫിനാൻഷ്യൽ പ്ലാന് തയ്യാറാക്കാൻ എന്നാണ് പറയുന്നത്. ലിക്വിഡിറ്റി അറ്റ് ദി ടൈം ഓഫ് എമർജൻസി. ഇപ്പോൾ എന്താണ് എമർജൻസിയുടെ സമയത്ത്, അതായത് ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ അതിന് ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഒബ്ലിഗേഷൻ പേയ്മെൻറ്റ് നടത്തുക. പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ബിൽസ്, മാക്സിമം സേവിങ്സ് അവൈലബിൾ. എ ഗുഡ് പ്ലാൻ ക്യാൻ ബി ഡിസൈൻഡ് ബൈ അനലൈസിങ്. ഒരു നല്ല പ്ലാൻ തയ്യാറാക്കേണ്ടത് മന്ത്ലി എക്സ്പെൻഡിച്ചർ റേഷ്യോയും പേഴ്സണൽ ബഡ്ജറ്റും ഒക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ഗുഡ് പ്ലാന് തയ്യാറാക്കാൻ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് മന്ത്ലി എക്സ്പെൻഡിച്ചർ റേഷ്യോ? It is always good to take an account of monthly expenditure ratio to analyze the ratio of monetary asset in hands. അപ്പം നമ്മുടെ കൈവശമുള്ള മോണിറ്ററി അസറ്റ് റേഷ്യോ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ മന്ത്ലി It always good take into an account of monthly ratio to analyze ratio of monetary asset. മോണിറ്ററി അസറ്റിൻ്റെ റേഷ്യോ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മന്ത്ലി എക്സ്പെൻഡിച്ചർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയുക. മന്ത്ലി എക്സ്പെൻഡിച്ചർ റേഷ്യോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് വിത്ത് അവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. മന്ത്ലി എക്സ്പെൻഡിച്ചർ റേഷ്യോ ഇസ് ഈക്വൽ ടു മോണിറ്ററി അസറ്റ് ഡിവൈഡഡ് ബൈ മന്ത്ലി എക്സ്പെൻഡിച്ചർ. മോണിറ്ററി അസറ്റ് ഇൻ ഹാൻഡ് നീഡഡ് ടു ബി മോർ ദാൻ മന്ത്ലി എക്സ്പെൻഡിച്ചർ. മന്ത്ലി എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലായിരിക്കണം മോണിറ്ററി അസറ്റ് എന്ന് പറയുന്നത്. ദ ഐഡിയൽ റേഷ്യോ, അതായത് മന്ത്ലി എക്സ്പെൻഡിച്ചർ റേഷ്യോയുടെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 3.6 ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 3.6 ആയിരിക്കണം. അടുത്ത പേഴ്സണൽ ബഡ്ജറ്റ്. A personal budget is an excellent tool for monitoring the actual financial activity going as one has planned and the expenses are allocated. Personal budget is an excellent tool for monitoring actual financial activity going as one has planned. അതായത് എന്താണ്
ആക്ച്വൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ വൺ ഹാസ് പ്ലാൻഡ് ആൻഡ് എക്സ്പെൻസസ് ആർ അലോക്കേറ്റഡ്. അതായത് ഓരോന്നിനും എന്തുമാത്രം ഓരോ എക്സ്പെൻസസിനും എന്തുമാത്രം എമൗണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ കാണിക്കാനായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പേഴ്സണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ ബഡ്ജറ്റ് ഈസ് ആൻ എക്സലൻറ്റ് ടൂൾ ഫോർ മോണിറ്ററിങ് ആക്ച്വൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ഗോയിങ് ആസ് വൺ ഹാസ് പ്ലാൻഡ് ആൻഡ് എക്സ്പെൻസസ് ആർ അലോക്കേറ്റഡ്. ഒരാൾ എങ്ങനെ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഒക്കെ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഓരോ ആവശ്യങ്ങൾക്കും എന്തുമാത്രം എമൗണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പേഴ്സണൽ ബഡ്ജറ്റ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ടു സ്പെൻഡ് ലെസ് ബൈ റീചെക്കിംഗ് ദ നീഡ് ഫോർ അഡീഷണൽ സ്പെൻഡിങ്. It can help individual to spend less by rechecking the need for additional spending. ഇപ്പോൾ അഡീഷണൽ സ്പെൻഡിങ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നടത്തേണ്ട ആവശ്യമുണ്ടാകുമ്പോഴത്തേക്കും റീചെക്കിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് എമൗണ്ട് കുറച്ച് ചിലവഴിക്കാനായിട്ട് ഈ ബഡ്ജറ്റ് സഹായിക്കുന്നുണ്ട്. അതായത് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാട്ടിലും എമൗണ്ട്, അതായത് അഡീഷണൽ ഫണ്ടുകളൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് റീചെക്കിങ് നടത്തി എമൗണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പേഴ്സണൽ ബഡ്ജറ്റ് ഈസ് എ ഫിനാൻസ് പ്ലാൻ ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്യൂച്ചർ ഇൻകം ടുവേർഡ്സ് സ്പെൻഡിങ്, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റിങ്. അതായത് ഫിനാൻഷ്യൽ പ്ലാന്, പേഴ്സണൽ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻസ് പ്ലാനാണ്. ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്യൂച്ചർ ഇൻകം. അതായത് ഫ്യൂച്ചറിലെ ഇൻകം എന്താണ്, എത്രമാത്രം ചിലവഴിക്കണം, എത്രമാത്രം സേവ് ചെയ്യണം, എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ തീരുമാനിക്കുന്ന ഒരു ഫിനാൻസ് പ്ലാനാണ് പേഴ്സണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എ പേഴ്സണൽ ബഡ്ജറ്റ് ഈസ് മെയ്ഡ് ബേസ്ഡ് ഓൺ സ്റ്റഡിങ് പാസ്റ്റ് എക്സ്പെൻസസ് ആൻഡ് പേഴ്സണൽ ഡെറ്റ്. അതായത് പേഴ്സണൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് പാസ്റ്റിലെ ഉണ്ടായ എക്സ്പെൻസസ് ഒക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പേഴ്സണൽ ഡെറ്റൊക്കെ പരിഗണിച്ചുമാണ്, ഒരു വ്യക്തിയുടെ ഡെറ്റ്, കടബാധ്യതകൾ എന്തുമാത്രമുണ്ടെന്നൊക്കെ പരിഗണിച്ചാണ് നമ്മൾ പേഴ്സണൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. വെൻ വൺ ഈസ് മേക്കിംഗ് ഹിസ് പേഴ്സണൽ ബഡ്ജറ്റ് ഹി ഷുഡ് ട്രൈ ടു കീപ്പ് ഇറ്റ് സിമ്പിൾ. ഒരു പേഴ്സണൽ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അത് ഏറ്റവും സിമ്പിളാക്കി വെക്കാനായിട്ട് ശ്രമിക്കണം. എ റിഡൻഡൻറ്റ് പേഴ്സണൽ ബഡ്ജറ്റ് ടെൻസ് ടു മേക്ക് എ പേഴ്സൺ ഗീവ് അപ്പ് ഡ്യൂറിങ് എ പ്രോസസ്സ്. അതായത് വളരെ റിഡൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു സിമ്പിൾ അല്ലാത്ത രീതിയിൽ ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ചത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഫോർ ഇൻസ്റ്റൻസ്, ഐഡൻറ്റിഫൈയിങ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഡസ് നോട്ട് നീഡ് ടു ബി ടു സ്പെസിഫിക്. എ യൂസർ ഷുഡ് കാറ്റഗറൈസ് മോർ ജനറലി. അതായത് ഒരുപാട് സ്പെസിഫിക് ആയിട്ട് അല്ല, നമ്മൾ കുറച്ച് ജനറലായിട്ട് വേണം നമ്മൾ ഈ ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട്. ബഡ്ജറ്റ് പ്രിപ്പയർ ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. ഇതൊക്കെ ബഡ്ജറ്റൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്. നമ്മൾ തയ്യാറാക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. കാരണം ചേഞ്ച് വരുത്താൻ പറ്റുന്നതായിരിക്കണം. അതായത് ഭാവിയിലുണ്ടാകാവുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും കൂടെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചിലവുകളൊക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകാം എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കണം ഈ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ച് തയ്യാറാക്കേണ്ട ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന എക്സ്പെൻസസൊക്കെ, അതായത് ആവർത്തിച്ച് വരുന്നതല്ലാത്ത ചില എക്സ്പെൻസസൊക്കെ നമുക്ക് ഉണ്ടായേക്കാം. അതൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കണം നമ്മുടെ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത്. ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ. ഫിനാൻഷ്യൽ പ്ലാൻ ഈസ് മോർ ലൈക്ക് എ മാപ്പ് ദാൻ എ ഗോൾ. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഈസ് മോർ ലൈക്ക് എ മാപ്പ് എന്നാണ് ഗോള്. ഇപ്പോൾ ഒരു ഗോളിനേക്കാൾ ഉപരി എന്താണ്, ഒരു മാപ്പ് പോലെയാണ് ഫിനാൻഷ്യൽ പ്ലാൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൂൾ ദാറ്റ് ലീഡ്സ് ടു ദ ഗോള്. അപ്പോൾ ഗോളിലേക്ക് നയിക്കുന്ന, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചു തരുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ ദ പ്ലാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാനുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡ്യൂറിങ് ദ ജേർണി വൺ ഷുഡ് കീപ് ട്രാക്കിംഗ് ഹിസ് ഇൻകം ആൻഡ് സ്പെൻഡിങ് ആൻഡ് മീൻ വൈൽ പേ അറ്റൻഷൻ ടു ദി ലോങ് ടേം ഗോൾ. അപ്പം നമ്മൾ
നമ്മുടെ ഇൻകത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സ്പെൻഡിങ്ങിനെക്കുറിച്ചും നമുക്ക് നല്ല ഒരു അതല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് മീൻ വൈൽ പേ അറ്റൻഷൻ ഇൻ ദി ലോങ് റൺ ഗോൾ ടു ദി ലോങ് റൺ ഗോൾ. എന്നിട്ട് നമ്മൾ ലോങ് റൺ ഗോൾ ദീർഘകാലത്ത്, അതായത് നമ്മുടെ ഭാവിയിലെ ലക്ഷ്യം എന്താണെന്നുള്ളതിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം. ബേസ്ഡ് ഓൺ ദി ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ദി ജേർണി he can review the route of final destination. ബേസ്ഡ് ഓൺ ചേഞ്ചസ് ഒക്കെ, അതായത് നമുക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചേഞ്ചസ് ഒക്കെ കൂടി കണക്കിലെടുത്ത് he can renew the route to the financial ഡെസ്റ്റിനേഷൻ്റെ റൂട്ട് നമുക്ക് റിന്യൂ, അതായത് നമ്മുടെ ആ ചിലവാക്കലിൻ്റെ റൂട്ടൊക്കെ നമുക്ക് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ഈസ് ദാറ്റ് he keeps moving towards goal, not giving up the middle. What matters the most is that he keeps moving towards goal, not giving up the middle in the middle if something happens. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ചേരുന്നതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കരുത് എന്നാണ് പറയുക. ഓൾസോ ദ ഗോയിങ് ഷുഡ് ബി മോർ സിസ്റ്റമാറ്റിക് ആൻഡ് പ്ലാൻഡ്. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടത്തുക. വിത്ത് റിവ്യൂവിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് റിവൈസിങ് ദ പ്ലാൻ. ആസ് ടൈം ഗോസ് ബൈ തിങ്സ് ചേഞ്ച്. അപ്പോൾ ടൈം പോകുന്നതിനനുസരിച്ച് കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. At the age of 20, one may be concerned about getting a job. ഇപ്പോൾ 20 വയസ്സുകളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരാളുടെ ആഗ്രഹമെന്ന് പറയുന്ന ഒരു ജോബ് ലഭിക്കുക എന്നുള്ളതായിരിക്കും. whereas he turns 30, he cares about housing or his newborn baby. കുറച്ചുകൂടി ഒരു 30 ഒക്കെ ആകുമ്പോഴത്തേക്കും അയാളൊരു ഹൗസിനെ കുറിച്ചും അതുപോലെ തന്നെ അയാളുടെ ന്യൂ ബേബിയെക്കുറിച്ചും ഒക്കെ ബോധേഡ് ആവുന്നു. ഇൻഡിവിജ്വൽ മസ്റ്റ് റിവ്യൂ ദെയർ ഫിനാൻഷ്യൽ പ്ലാൻസ് ആൻഡ് റീഇവാലുവേറ്റ് ദെയർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് അക്കോർഡിംഗ്ലി. അങ്ങനെയുള്ള സമയത്ത് അയാളുടെ ഫിനാൻഷ്യൽ പ്ലാൻ റിവ്യൂ ചെയ്ത് അയാളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അതിനനുസരിച്ച് വിലയിരുത്തുന്നു. ഹെൻസ് ഫിക്സിങ് ആൻഡ് പ്ലാനിങ് ദ ഫിനാൻഷ്യൽ ഗോൾ ഈസ് എ സൈക്ലിക് പ്രോസസ്സ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗോൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സാണ്.